ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വചനം തിരുവചനം ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ ഷാലോം TV പ്രേക്ഷകരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ഈ വചന ശുശ്രൂഷയിലൂടെ സമാധാനവും സന്തോഷവും നമുക്കേവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം തിരുവചനം ശുശ്രൂഷയിൽ രോഗശാന്തിയും വിശ്വാസവും എന്ന വിഷയത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ സാക്ഷ്യമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഏകദേശം 3000-ഓളം പേരുള്ള ഒരു ശുശ്രൂഷയിൽ ജയൻ എന്ന സഹോദരൻ അൾത്താരയിൽ വന്ന് ആയിരങ്ങളുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തളർന്നു കിടന്നൊരു രോഗിയാണ്. യേശുക്രിസ്തുവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ അതിനു കാരണം ഏറ്റവും വലിയ ഡോക്ടറായ ഈശോയിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ കിടപ്പ് രോഗിയായ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്ന് സാക്ഷ്യം നൽകാനുള്ള കൃപ ലഭിച്ചത് കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ മരുന്നോ മന്ത്രത്തിലോ ആശ്രയിക്കാതെ യേശുക്രിസ്തു എന്നെ സുഖപ്പെടുത്തുമെന്ന് 1000 വട്ടം എൻ്റെ മനസ്സിൽ ഉരുവിട്ടപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ കാലുകൾക്ക് ചലനമുണ്ടാകുകയും എൻ്റെ നട്ടെല്ലിന് ഏറ്റിരുന്ന ക്ഷതം ഇല്ലാതാകുകയും ഞാൻ പുറത്തിറങ്ങിയാൽ ആ ആദ്യ ദിവസം തന്നെ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ കർത്താവ് എന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ഇന്ന് നിങ്ങളുടെ മുൻപിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ ഇടയാകുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകൻ്റെ ആഴത്തിലുള്ള വിശ്വാസമാണ് കിടപ്പ് രോഗിയായി വീട്ടിൽ കിടന്ന് എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന് 1000 വട്ടം ഉരുവിട്ടപ്പോൾ തളർവാദ രോഗിയെ യേശു എങ്ങനെ സുവിശേഷത്തിൽ സുഖപ്പെടുത്തിയോ അതേ ഈശോ ഈ കാലഘട്ടത്തിലും വീട്ടിനുള്ളിലെ തൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഹോദരനെ എഴുന്നേൽപ്പിച്ച് ആയിരങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈശോ എന്നെ സുഖപ്പെടുത്തി എന്ന് പറയാനുള്ള ആ ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കാനുള്ള കാരണം സഹോദരൻ്റെ യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്. അപ്പോൾ രോഗശാന്തിയും വിശ്വാസവും എന്ന ആ ഒരു വിഷയം വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഉദ്ധിതനായ ക്രിസ്തു മഗ്ദലേന മറിയത്തിന് താൻ 7 പിശാചുക്കളെ പുറത്താക്കിയ അതേ മഗ്ദലേന മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുകയും അത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അറിയിക്കണമെന്ന് അവളെ ചുമതലപ്പെടുത്തുകയും അവളോടി തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ വചനം പറയുന്നത് ശിഷ്യന്മാർ ആ സാക്ഷ്യം സ്വീകരിച്ചില്ല. മർക്കോസ് 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ഈശോ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ വിശ്വാസരാഹിത്യത്തെ ശാസിക്കുകയും
അവരോട് ശക്തരായിരിക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈശോ ആഹ്വാനം ചെയ്യുകയും തീർന്നില്ല, തങ്ങളുടെ വിശ്വാസത്തിന് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ച് സാക്ഷ്യപ്പെടുത്തുവാനും ഈശോ അവരെ ചുമതലപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരെ പഠിപ്പിക്കുകയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ സംഭവിക്കുന്ന അടയാളങ്ങൾ. ഈ സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 16, 17, 18 വിശ്വസിക്കുന്നവരുടെ മേൽ സംഭവിക്കുന്ന അത്ഭുതങ്ങള്, അടയാളങ്ങള് ക്രിസ്തു അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യും. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് നൽകുന്ന ഈ പ്രേക്ഷിത ദൗത്യം അവരുടെ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് അവർക്കിത് അനുഭവവേദ്യമാകുന്നത്. വിശ്വസിക്കുന്നവർക്ക് ഇന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പലരും നനച്ചിരിക്കാത്ത തിന്മകൾക്കും കഷ്ടതകൾക്കും തീരാത്ത ദാരിദ്ര്യത്തിനും കലഹത്തിനും വെറുപ്പിനും വഞ്ചനയ്ക്കും അനീതിക്കും പാത്രമായി തീരാറുണ്ട്. ഈ തിന്മകളെ ബഹിഷ്കരിക്കാൻ, ഈ സാത്താനെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആട്ടിപ്പായിക്കാൻ, ഛിന്ന ഭിന്നമാക്കാൻ യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസം, ഈ വിശ്വാസത്തിലൂടെ നമ്മുടെ മക്കളുടെ മേലുള്ള, നമ്മുടെ തലമുറകളുടെ മേലുള്ള അസൂയയുടെ, വെറുപ്പിൻ്റെ, കണ്ണുവയ്ക്കലിൻ്റെ, കൂടോത്രത്തിൻ്റെ, മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ പൈശാചികമായ സ്വാധീനങ്ങളെ ബഹിഷ്കരിക്കാൻ സാധിക്കുമെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസം സാത്താനെ ബഹിഷ്കരിക്കും, തിന്മകളെ ബഹിഷ്കരിക്കും, അസ്വസ്ഥതകളെ ഛിന്ന ഭിന്നമാക്കും, കലഹത്തെ ശാസിക്കും. അങ്ങനെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കും. രണ്ടാമത്തേത്, അവൻ പുതിയ ഭാഷകൾ സംസാരിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കുകയും മറ്റുള്ളവർ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അമോറിസ് ലത്തീസിയ എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത്, ഇന്നത്തെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസം പുതിയ ഭാഷകൾ സംസാരിക്കും എന്നതിനർത്ഥം ഈ ലോകത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ഏത് ലോകത്ത് ചെന്നാലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഗ്രഹിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും തങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമായി പറയുവാനും അങ്ങനെ സമാധാനത്തിൻ്റെ ഉപകരണമായി തീരുകയും ചെയ്യും. അതുമാത്രമല്ല, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുവാനും വേണ്ടി വന്നാൽ പുതിയ ഭാഷകൾ തന്നെ പത്രോസ്ലീഹയെ പോലെ പ്രസംഗിക്കുവാനും ഫ്രാൻസിസ് സേവ്യറിനെ പോലെ സംസാരിക്കുവാനുമൊക്കെ ഇടവരികയും ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാതലെന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്. മൂന്നാമത്, സർപ്പങ്ങളെ കയ്യിലെടുക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശത്രുക്കളെ നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും. ഒരു ശത്രുദോഷവും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല. മനുഷ്യകുലത്തിൻ്റെ ശത്രുവായി ബൈബിൾ ചിത്രീകരിക്കുന്ന സർപ്പം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെ കൊത്തി നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുകയാണ്. അപ്പൊ ഏത് തരത്തിലുള്ള ശത്രുതകളും നമ്മുടെ മേലുണ്ടെങ്കിലും യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസം ഒരു സർപ്പത്തിൻ്റെ വിഷവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിക്കാൻ വചനം പഠിപ്പിക്കുകയാണ്. നാലാമത്തത്, മാരകമായ എന്ത് വസ്തുക്കൾ കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കില്ല. മാരകമായ എന്ത് വസ്തുക്കൾ കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. ഇന്ന് അനേകം പേര് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അച്ഛാ, എൻ്റെ ഭർത്താവിന് കൈവിഷം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് കൈവിഷം കിട്ടിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് കൈവിഷം കിട്ടിയിട്ടുണ്ട്. അവൻ കുടുംബത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ കാരണം അവൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന കൈവിഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈവിഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും അസ്വസ്ഥമാക്കുന്നതിന് പകരം യേശുക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരനർത്ഥവും, ആരൊക്കെ എന്തൊക്കെ തന്നാലും, നാം എന്തൊക്കെ കഴിച്ചാലും കുടിച്ചാലും ഒരനർത്ഥവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മുടെ ജീവിതത്തെ കോട്ട കെട്ടിയുള്ള ഒരു സംരക്ഷണമാണ്. വചനത്തിൻ്റെ, പരിശുദ്ധ കുർബാനയുടെ, കൂദാശകളുടെ കോട്ട കെട്ടിയുള്ള സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തൊഴിൽ മേഖലകൾക്കും നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾക്ക് ലഭിക്കുന്നത്. അഞ്ചാമത്തേത്, രോഗികളുടെ മേൽ കൈകൾ വെച്ചു പ്രാർത്ഥിച്ചാൽ അവർ സുഖം പ്രാപിക്കും. എത്രയോ തെളിവുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. എത്രയോ രോഗികളാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നത്. ഇന്ന് വൈദികർ മാത്രമല്ല, സിസ്റ്റേഴ്സ് മാത്രമല്ല, അനേകം ആത്മായ സഹോദരങ്ങളും മകളെ, മകനെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രയോ തെളിവുകളാണുള്ളത്. എന്ത് മാരകമായ രോഗമാണെങ്കിലും, ക്യാൻസർ രോഗങ്ങൾ പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 പറഞ്ഞിട്ടുള്ള ആ വചനം ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ അത്ഭുതങ്ങളും രോഗശാന്തികളും. മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെ മുൻ ഡയറക്ടറായ ഫാദർ ജോർജ് പനക്കൽ തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിൻ്റെ തൊട്ട് മുൻപിൽ എന്ന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്തിട്ടുള്ള വചനങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ചുകൊണ്ട് വെറുതെ നിഷ്ക്രിയരായിട്ടിരുന്നാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. യേശു പഠിപ്പിച്ച തിരുവചനങ്ങൾ സത്യമാണെന്ന് സമ്മതിച്ച് ഒരു ക്രിസ്ത്യാനി നിഷ്ക്രിയരായിട്ട് വീട്ടിലിരുന്നാൽ പോരാ, അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കണമെന്ന്
തൻ്റെ അനുഭവങ്ങളിലൂടെ ജോർജ് പനക്കലച്ചൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലെ ചില സംഭവങ്ങളാണ്. അതായത് മനുഷ്യൻ ഒരു തുടക്കം കുറിക്കുമ്പോൾ ദൈവം അത് പൂർണ്ണമാക്കുന്നു, ദൈവം ഇടപെടുന്നു. ഉദാഹരണത്തിന് നോഹ് പേടകം പണിതു, ദൈവം ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നു. മോശ വടി നീട്ടുന്നു, ദൈവം വെള്ളത്തെ രണ്ടാക്കുന്നു. ജോഷുവയും ഇസ്രായേൽ മക്കളും ജെറീക്കോ കോട്ടയുടെ മുൻപിൽ ദൈവനാമത്തിൽ വലയം വയ്ക്കുന്നു, ദൈവം ആ ജെറീക്കോ കോട്ട നിലംപതിപ്പിക്കുന്നു. നാമാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ജലത്തിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ ദൈവം അവനിൽ നിന്ന് കുഷ്ഠരോഗം എടുത്തു മാറ്റി. ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു പടി നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ ദൈവം 2 ചുവട് നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കും. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റ്, അദ്ദേഹത്തിൻ്റെ നിയമം നമുക്കറിയാം, വർക്ക് ആൻഡ് പ്രയർ, ജോലി ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം കൃഷിസ്ഥലത്തേക്ക് ജോലിക്ക് പോയി. അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഒരു പിതാവ് ഓടിക്കരഞ്ഞുകൊണ്ടുവന്ന് പറയുന്നത്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ. ബെനഡിക്റ്റ് പിതാവ് ആ മകനെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങളുടെ മകനെ ഞാൻ എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ മകനെ തിരിച്ചു തരൂ എന്ന് അപേക്ഷിക്കുന്നത്? അപ്പോൾ അയാൾ അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി. ബെനഡിക്റ്റ് പിതാവേ, എനിക്കെൻ്റെ മകൻ്റെ ജീവനെ തിരിച്ചു തരണം. ഇദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ ആ മനുഷ്യൻ്റെ കൂടെ പോകാൻ പുറപ്പെട്ടപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരരെ, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി നമുക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കില്ലാത്ത ഒരു മേഖലയിലേക്ക് നാം പ്രവേശിക്കണമോ? ഇത് കേട്ടപാടെ ആ മകൻ മരിച്ച പിതാവ് വിശുദ്ധ ബെനഡിക്റ്റിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ അങ്ങേ ഇവിടെ നിന്ന് ഒരു പടി മുന്നോട്ട് പോകുവാൻ അനുവദിക്കില്ല. അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ബെനഡിക്റ്റിൻ്റെ മുൻപിൽ 2 കരങ്ങൾ ഉയർത്തി കരയാൻ തുടങ്ങി. നിന്റെ മകൻ എവിടെയാണുള്ളത്? അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആശ്രമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ വിശുദ്ധ ബെനഡിക്റ്റും സഹോദരങ്ങളും ആശ്രമത്തിൻ്റെ മുൻപിലേക്ക് ചെന്ന് ജീവനറ്റ് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുൻപിൽ മുട്ടുകൂത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പാപങ്ങളിലേക്ക് അങ്ങ് നോക്കരുത്, എൻ്റെ കുറവുകളിലേക്ക്, എൻ്റെ ബലഹീനതകളിലേക്ക് അങ്ങ് നോക്കരുത്. മരിച്ചുപോയ സ്വന്തം മകനെ തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്ന ഈ പിതാവിൻ്റെ വിശ്വാസത്തെ അവിടുന്ന് കാണണമേ. മരിച്ചുപോയ തൻ്റെ മകനെ തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിതാവിൻ്റെ വിശ്വാസത്തെ അവിടുന്ന് കാണണമേ. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ചരിത്രം പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ജീവനറ്റ് കിടന്നിരുന്ന ആ പിതാവിൻ്റെ മകൻ ജീവനിലേക്ക് തിരിച്ചു വന്നുവെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ജീവൻ വരെ തിരിച്ചു കിട്ടാൻ, മരണത്തെ തോൽപ്പിക്കാൻ വരെ കഴിവുള്ളതാണ് എന്ന പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസത്തോടെ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും. കാരണം നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന ദൈവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പൊ ആഴമായ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ഒരു രോഗി ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അത്ഭുതകരമായ വിടുതലും സൗഖ്യം ലഭിക്കുമെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 17-ാം അധ്യായം 14-ാം വാക്യം: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അപ്പൊ പ്രവാചകൻ വിശ്വസിക്കുകയാണ് തൻ്റെ ദൈവത്തിന് തന്നെ സുഖപ്പെടുത്തുവാനും രക്ഷിക്കുവാനും കഴിവുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വിശ്വാസം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവവേദ്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വിശ്വാസത്തോടെ അഭയം തേടിയിട്ടുള്ള ഒരാളെയും ഇതേവരെ ദൈവം കൈവിടിഞ്ഞിട്ടില്ല. ആഴമായ വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതു തരം പ്രശ്നങ്ങളാണെങ്കിലും കർത്താവ് ഈശോ സത്യമായിട്ടും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും അത്ഭുതകരമായ രോഗസൗഖ്യവും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മകളെ ബഹിഷ്കരിച്ചും നമുക്ക് ശാശ്വതമായ സമാധാനവും സന്തോഷവും ലഭിക്കും. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ഉയർത്താം. സർവശക്തനായ ദൈവം കർത്താവ് യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സുഖപ്പെടുത്തട്ടെ. എല്ലാ ബന്ധനങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.